ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. Hi there. Just like your mother tongue flows in your blood, what if English could too? നിങ്ങളുടെ സിരകളിൽ ഒഴുകുന്ന രക്തത്തോടൊപ്പം മലയാളവും ഒഴുകുന്നു. അത് രക്തത്തിൽ ലയിച്ചിരിക്കുന്നു. അതുപോലെ ഇംഗ്ലീഷും രക്തത്തിൽ ലയിപ്പിച്ചാലോ? യെസ്, വി ബ്ലെൻഡ് ഇംഗ്ലീഷ് വിത്ത് യുവർ ബ്ലഡ്. ഞങ്ങൾ ഇംഗ്ലീഷ് നിങ്ങളുടെ രക്തത്തിൽ ലയിപ്പിക്കുന്നു. എങ്ങനെയാണെന്നല്ലേ? ഈ വീഡിയോയുടെ അവസാനം വരെ ആയിരിക്കുക. എന്നിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ഇംഗ്ലീഷ് നിങ്ങളുടെ രക്തത്തിൽ ലയിക്കുകയെന്ന്. അപ്പോൾ എല്ലാവർക്കും പുതിയ ആ പഠന രീതിയിലേക്ക് സ്വാഗതം. ആൽഫ കോഡ് ഇംഗ്ലീഷിൻ്റെ ആ പുതിയ ലോകത്തേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു വൈറ്റ് ബോർഡ് കാണാം. ആ വൈറ്റ് ബോർഡിൽ 3 മലയാള വാചകങ്ങൾ കാണാം. എവിടെ നിന്നാണ് ഈ വൈറ്റ് ബോർഡ് എനിക്ക് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, ഒരു വീഡിയോയിൽ നിന്നെടുത്ത ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ട്രെയിനറുടെ വീഡിയോയിൽ നിന്നെടുത്ത സ്ക്രീൻഷോട്ട്. ഈ വീഡിയോ എനിക്ക് തോന്നുന്നു 3.5 മിനിറ്റുള്ളൊരു വീഡിയോ ആണ്. അതിൽ 3 കാര്യങ്ങളാണ് പഠിപ്പിക്കുക. 3 മലയാള വാചകങ്ങൾ എഴുതുന്നു. അതിൽ 2 മലയാള വാചകങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് ടീച്ചർ എഴുതി കാണിക്കുന്നു. 3ാമത്തെ മലയാള വാചകം എങ്ങനെ പറയാമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുവാൻ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾ ഹാപ്പിയാകുന്നു. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു, നിങ്ങൾ ലൈക്ക് ബട്ടൺ അമർത്തുന്നു. ഓക്കെ, ഇതാണ് സാധാരണ ഇപ്പോൾ സംഭവിക്കുന്നത്. ഏതായാലും ഇവിടെ ഈ വാചകങ്ങളെ നമ്മുടെ പുതിയ പഠന രീതി ഉപയോഗിച്ച് നമ്മൾ പഠിക്കുകയാണ്. ആൽഫ കോഡ് ഇംഗ്ലീഷുമായിട്ട് ഈ വാചകങ്ങളെ നമ്മൾ ബന്ധിപ്പിക്കുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്? ഒരു മലയാളം എഴുതി അതിൽ നിന്നും ഇംഗ്ലീഷിലേക്കാണ് നിങ്ങൾ പോയത്. നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ പോയാൽ പറയുമ്പോഴും നിങ്ങൾ അങ്ങനെയാണ് പോകുക. എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത് അതുപോലെ തന്നെയാണ് പറയുവാനും സാധിക്കുക. മലയാളം എഴുതി അതിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പോയാൽ, അതിൽ നിന്നും അതിൻ്റെ ഇംഗ്ലീഷ് വാചകമുണ്ടാക്കിയാൽ നിങ്ങൾ പറയുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും വരിക. ഈ കാര്യം പറയുമ്പോൾ ആദ്യം മലയാളം വരും, പിന്നീട് ചിന്തിച്ചായിരിക്കും നിങ്ങൾ പറയുക. എന്തായിരിക്കും അതിൻ്റെ ഫലം? നിങ്ങളുടെ സ്പീച്ച് മുറിഞ്ഞു പോകുന്നു, അവിടെ നിശബ്ദതയുണ്ടാകുന്നു. അതുകൊണ്ട് ഇത് ശീലമാകണം. മലയാളത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, മലയാളത്തെ വേർപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയ ഇംഗ്ലീഷ് വാചകങ്ങൾ ശീലമാകണമെങ്കിൽ അത് ആവർത്തിക്കണം, ആവർത്തിക്കണം, ആവർത്തിക്കണം. അപ്പോൾ എത്ര വട്ടം ആവർത്തിക്കണം എന്ന് ചോദിച്ചാൽ, ആൽഫ കോഡ് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ എത്ര വട്ടം പോലും ആവർത്തിക്കുവാൻ സാധിക്കും. 100 വേണമെങ്കിൽ 100 വട്ടം മലയാളമില്ലാതെ നിങ്ങൾക്കിത് ആവർത്തിക്കുവാൻ സാധിക്കും. 200 വേണമെങ്കിൽ 200നും സാധിക്കും. 1000 വേണമെങ്കിൽ 1000വും സാധിക്കും. അതാണ് ആൽഫ കോഡിൻ്റെ ശക്തി. അതാണ് ഇപ്പോൾ തന്നെ നമ്മൾ അനുഭവിച്ച് അറിയുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ടീച്ചർ ബോർഡിൽ എഴുതിയ ആ 3 വാചകങ്ങളിലെ ഒരു വാചകം നമ്മൾ പുറത്തെടുക്കുന്നു. ടു ഹും ക്യാൻ ഐ ആസ്ക്. സത്യത്തിൽ അത് തെറ്റാണ്. അവിടെ ടൂവിൻ്റെ ആവശ്യമില്ല. ഹും ക്യാൻ ഐ ആസ്ക് എന്ന് മതിയാകും. ഓക്കെ, എനിവേ നമ്മളത് പുറത്തെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ആദ്യം അറിയേണ്ടത് ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളതാണ്. അർത്ഥമറിയാതെ ആൽഫ കോഡ് ഇംഗ്ലീഷിലേക്ക് പോകുവാൻ സാധിക്കില്ല. ആവർത്തിച്ചിട്ടും കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം അറിയാമോ എന്ന് നോക്കണം. ഇതിൻ്റെ അർത്ഥം ഇവിടെ പറയുവാൻ നമ്മൾക്ക് സമയമില്ല. ഇവിടെ ആൽഫ കോഡ് ഇംഗ്ലീഷ് എന്താണെന്നാണ് പറയുക. അർത്ഥം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നറിയുവാൻ ഇപ്പോൾ മുകളിൽ കാണുന്ന ഐ കാർഡിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ 2 വീഡിയോകളുടെ ലിങ്ക് താഴെയുണ്ട്. ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വാചകത്തിൻ്റെ അർത്ഥം പഠിക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അർത്ഥം അത് നോക്കി പഠിക്കുക. എന്നാലും ഈ വാചകത്തിൻ്റെ അർത്ഥം വെറുതെ ഒന്ന് പറയാം. എന്താണ് അർത്ഥം? ഹും ക്യാൻ ഐ ആസ്ക്? ആരോടാണ് ചോദിക്കുവാൻ പറ്റുക?
അല്ലെങ്കിൽ ആരോടാണ് ചോദിക്കുവാൻ കഴിയുക എന്നുള്ള അർത്ഥമാണ് ഇതിനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ വാചകത്തിൽ നിന്ന് അനേകം വാചകങ്ങൾ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് കാണുവാൻ പോകുന്നത്. ഈ വാചകത്തെ ശീലമാക്കുവാൻ നമ്മൾ പോവുകയാണ്. ശീലമാക്കുവാൻ നമ്മൾ ആശ്രയിക്കുന്നത് ആൽഫ കോഡ് ഇംഗ്ലീഷിനെയാണ്. അതായത് ഈ വാചകത്തിൽ നിന്ന് നൂറുകണക്കിന് വാചകങ്ങൾ ഇതേ ഘടനയിൽ നമ്മൾ ഉണ്ടാക്കുവാൻ പോകുന്നു. നോക്കുക, ഇതിനെ കോഡാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ക്വൈറ്റ് നാച്ചുറൽ, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഇംഗ്ലീഷ് വാചകത്തെ കോഡാക്കി മാറ്റിയത്? ഓൾറെഡി അത് ഇംഗ്ലീഷ് വാചകമല്ലേ എന്നുള്ള ചിന്ത നിങ്ങളിലുണ്ടാകും. കൂടിയായിരിക്കുക, ആ വാചകം കോഡായി മാറിയിരിക്കുന്നു. ഇപ്പോൾ തൊട്ടു മുൻപ് കണ്ട ഹും ക്യാൻ ഐ ആസ്ക് എന്നുള്ള വാചകം കോഡായി മാറിയിരിക്കുന്നു. ആ കോഡിൽ ആ വാചകമുണ്ട്. ആ വാചകം മാത്രമല്ല, നൂറുകണക്കിന് വാചകങ്ങൾ ഉണ്ടാക്കുവാൻ ശക്തിയുള്ള കോഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഒരു കോഡിൽ ഒളിഞ്ഞു കിടക്കുന്ന വാചകം പുറത്തെടുക്കുവാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അവിടെ മലയാളത്തിലുള്ള ചിന്ത വരുന്നില്ല. അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോഴും മലയാളം വന്ന് അതിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പോകുന്നില്ല. കോഡെന്ന് പറയുന്നത് ഭാഷയുമായിട്ടൊരു ബന്ധമില്ലാത്തത് കൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ കോഡൊരിക്കലും കടന്നു വരികയില്ല, മറിച്ച് അതിലുള്ള വാചകമായിരിക്കും കടന്നു വരിക. കൂടിയായിരിക്കുക. നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ ആയിരിക്കുക. ഇപ്പോൾ ഈ കോഡ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കറിയില്ലാത്തത് കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, നോക്കാം നമുക്ക്. എനിക്കിപ്പോൾ ഈ കോഡ് ഒരു വാചകം ഉണ്ടാക്കുവാനായി ഐ എന്ന വാക്ക് തരുന്നുണ്ട്, ക്യാൻ എന്ന വാക്ക് തരുന്നുണ്ട്, ആസ്ക് എന്ന വാക്ക് തരുന്നുണ്ട്, ഹും എന്ന വാക്ക് തരുന്നുണ്ട്. ഇതൊരു ചോദ്യമാണെന്നും ഈ കോഡ് എന്നോട് പറയുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് എനിക്കത് അറിയാം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളും ഇത് ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഇത്തരം എനിക്ക് കിട്ടിയാൽ ഞാൻ അതിനെ ചേർത്ത് വെച്ച് ഒളിഞ്ഞു കിടക്കുന്ന വാചകത്തെ പുറത്തെടുക്കും. പിന്നീട് അതിൽ നിന്നും നൂറുകണക്കിന് വാചകങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും നമ്മളിവിടെ തന്നെ കാണുവാൻ പോവുകയാണ്. അപ്പോൾ ഒരു കോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഏത് വാചകങ്ങളുടെയും കോഡാകട്ടെ, അതിന് മിനിമം 4 ഭാഗങ്ങളുണ്ടാകും. നോക്കുക, ലെറ്റർ പോയിൻ്റ്, ആദ്യ ഭാഗം. ഒരു കോഡിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു ലെറ്റർ ആയിരിക്കും. ഓക്കെ, എ മുതൽ Z വരെയുള്ള ലെറ്ററുകളിൽ ഏതെങ്കിലും ഒരു ലെറ്റർ ആയിരിക്കും എവിടെ വരിക? ആദ്യ ഭാഗത്ത് വരിക. ഇനി രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ അത് 9E ആണ്. രണ്ടാം ഭാഗത്ത് എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ അക്കം പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അക്കവും അതിനോടുകൂടെ ഒരു ലെറ്ററും പ്രതീക്ഷിക്കാം. എങ്ങനെ? രണ്ടാം ഭാഗത്ത് അക്കം മാത്രമായിട്ട് വരാം, അല്ലെങ്കിൽ അവിടെ അക്കവും അതിനോടുകൂടി ഒരു ലെറ്ററും ചേർന്ന് വരാം. ഇവിടെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഒരു അക്കവും അതിനോടുകൂടെ ഒരു ലെറ്ററും. രണ്ടാം ഭാഗം കഴിഞ്ഞു. മൂന്നാം ഭാഗത്ത് എപ്പോഴും ഒരു അക്ഷരമായിരിക്കും, ഒരു ലെറ്ററായിരിക്കും. അവിടെയും നിങ്ങൾക്ക് എ മുതൽ Z വരെയുള്ള ലെറ്ററുകൾ പ്രതീക്ഷിക്കാം. നാലാം ഭാഗത്ത് അക്കം മാത്രമായിരിക്കും. ഈ ഹൈഫൻ അതിന് അർത്ഥമൊന്നുമില്ല, ഒരു സെപ്പറേഷൻ കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ് ഹൈഫൻ ഇട്ടിരിക്കുക. ഇതിന് അർത്ഥമില്ല, മറിച്ച് ഇവിടെ വരുന്ന അക്കത്തിനാണ് അർത്ഥം നൽകുക. ഓക്കെ, ഇനി ഈ ആദ്യ ഭാഗം എന്താണ് എനിക്ക് തരുന്നത് എന്ന് നോക്കാം. മലയാളമില്ലാതെ എന്താണ് ആ ലെറ്റർ എനിക്ക് തരുന്നത് എന്ന് നോക്കാം. ആദ്യ ഭാഗം തരുന്നത് ഈ വാചകത്തിൻ്റെ സബ്ജക്റ്റിനെയാണ്. ഈ വാചകത്തിലൊരു പ്രവൃത്തിയുണ്ടെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് ആദ്യ ലെറ്റർ എനിക്ക് തരിക. ഇവിടെ എ ആണെങ്കിൽ ഇനി ഇവിടെ എത്ര ലെറ്റേഴ്സ് വരാം? ബാക്കിയുള്ള 25 വരാം. അതായത് ഒരു കോഡിൽ ആദ്യ ഭാഗത്ത് എ കണ്ടാൽ അതെനിക്കൊരു വാക്ക് തരുന്നു, ബി കണ്ടാൽ അതെനിക്ക് വേറൊരു വാക്ക് തരുന്നു, സി കണ്ടാൽ അത് തരുന്നത് വേറൊരു സബ്ജക്റ്റാണ്, ഡി ആണെങ്കിൽ വേറൊരു സബ്ജക്റ്റാണ്, അങ്ങനെ ഡി ആണെങ്കിൽ വേറൊരു സബ്ജക്റ്റാണ്. അങ്ങനെയെങ്കിൽ 26 സബ്ജക്റ്റുകളെ നൽകുവാനായിട്ട് ആദ്യ ഭാഗത്തിന് നമുക്ക് കഴിയും. ആദ്യ ഭാഗത്ത് ലെറ്റർ ആയതുകൊണ്ട് ആകെയുള്ള 26 ലെറ്റേഴ്സിനും ആദ്യ ഭാഗത്ത് വരാം. അതായത് ഈ ആൽഫ ന്യൂമറിക് ഇംഗ്ലീഷ് കോഡിലൂടെ എനിക്ക് 26 വാചകങ്ങളെ ഉണ്ടാക്കുവാനുള്ള കഴിവ് ഈ പറയുന്ന ലെറ്റർ എനിക്ക് നൽകുകയാണ്, ഈ പറയുന്ന ഭാഗം എനിക്ക് നൽകുകയാണ്, ആദ്യ ഭാഗം എനിക്ക് നൽകുകയാണ്. 26 ലെറ്റേഴ്സുണ്ട്. ആ ഓരോ ലെറ്റേഴ്സിൻ്റെയും വാക്കുകൾ നിങ്ങളുടെ തലയിലുണ്ടെങ്കിൽ, നിങ്ങളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കോഡ് കാണുമ്പോൾ തന്നെ ബുക്കിൽ നോക്കാതെ നിങ്ങൾക്കൊരു വാചകം ഉണ്ടാക്കുവാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് പഠിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പറയും,
ആ കഴിവ് എനിക്കില്ല എന്ന് പറയും. ആ കഴിവ് നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല. ആ കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ ഞാൻ പറയും, തീർത്തും പറയും. ആ കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓർത്തെടുക്കുക എന്ന് കണ്ടാലോ? എല്ലാം പറയുവാൻ ഇവിടെ സമയമില്ല. കുറച്ച് അക്ഷരങ്ങൾ മാത്രം നമ്മൾ ഓർത്തെടുക്കുകയാണ്. ഈ അക്ഷരങ്ങൾ തരുന്ന വാക്കുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് തലയിൽ നിന്ന് ഓർത്തെടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും അതേപോലെ തന്നെ ഓർത്തെടുക്കുവാനുള്ള സൂത്രങ്ങൾ ഞാൻ പറഞ്ഞു തരും. ഈ വീഡിയോയിലൂടെയല്ല, വേറെ വീഡിയോകളിലൂടെ, നേരിട്ടുള്ള ലൈവ് ക്ലാസ്സുകളിലൂടെ അത് ഞാൻ പറഞ്ഞു തരും. ഇപ്പോൾ ഈ ഭാഗത്ത് ഓർത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെറുതെ ഒന്ന് കാണാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ നൽകുന്ന സ്റ്റഡി മെറ്റീരിയലിലെ ഒരു പേജാണ്. ഓക്കെ, ഈ പേജിൽ ഉണ്ടത്, അതായത് എ വന്നാൽ ഏത് വാക്കാണ്, ബി വന്നാൽ ഏത് വാക്കാണ്, സി വന്നാൽ ഏത് വാക്കാണ്, സെഡ് വന്നാൽ ഏത് വാക്കാണ് എന്നെല്ലാം ഈ ബുക്കിലുണ്ട്. ഏതെങ്കിലും കോഡിൽ ആദ്യ ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ബുക്കിൻ്റെ സഹായത്തോടെ 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ പിന്നീട് അത് ഓർമ്മയിൽ വരും. ആദ്യ ഭാഗത്ത് കാണുന്ന ലെറ്റർ ഏത് വാക്കിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് ഓർമ്മയില്ലെങ്കിൽ ഈ ബുക്കിൽ വരിക, എന്നിട്ടത് മനസ്സിലാക്കുക. ഒരു കോഡിൽ എ കണ്ടാൽ അത് സൂചിപ്പിക്കുന്നത് ഐ എന്ന വാക്കിനെയാണ്, ബി കണ്ടാൽ അത് സൂചിപ്പിക്കുന്നത് യു എന്ന വാക്കിനെയാണ്, സി കണ്ടാൽ ആ വാചകത്തിൽ ദയാണ് സബ്ജക്റ്റ്, ഡി കണ്ടാൽ ആദ്യ ഭാഗത്ത് ഡി ആണെങ്കിൽ ആ വാചകത്തിലെ സബ്ജക്റ്റ് വി ആണ്, ഇ കണ്ടാൽ സീതയാണ്, പേരാണ്, എഫ് കണ്ടാൽ വീണ്ടും പേരാണ്, പാർവതി, ജി കണ്ടാൽ ഒരു കോഡിൻ്റെ ആദ്യ ഭാഗത്ത് ജി കണ്ടാൽ അത് ഷീയാണ്, എച്ച് കണ്ടാൽ ഹീ ആണ്, ഐ കണ്ടാൽ ഇറ്റാണ്, ജെ കണ്ടാൽ എവരിബഡിയാണ്. ജെ ഇവിടെ കൊടുത്തിട്ടില്ല, ജെ കണ്ടാൽ എവരിബഡി. ഓക്കെ, മനസ്സിലാക്കുക. ഇനി ബാക്കിയുള്ളത് ബുക്കിലുണ്ട്. ഈ വീഡിയോയിൽ അത് പറഞ്ഞു തരുവാനായിട്ട് നമുക്ക് സമയമില്ല. ഓക്കെ, നോക്കാം നമുക്ക്. കോഡിൻ്റെ ആദ്യ ഭാഗത്ത് എ കണ്ടാൽ ഐ, ബി കണ്ടാൽ യു, സി കണ്ടാൽ ദേ, ഡി കണ്ടാൽ വി. ആദ്യ ഭാഗം ചിന്തിക്കുമ്പോൾ അയ്യോ ദേവി എന്ന് ഓർത്താൽ 4 സബ്ജക്റ്റുകൾ അത് നിങ്ങൾക്ക് നൽകുകയാണ്. ഐ, യു, ദേവി. കൂട്ടി വായിക്കുമ്പോൾ അയ്യോ ദേവി 4 സബ്ജക്റ്റുകൾ അത് നൽകുന്നു. ഐ, യു, ദേവി, എ, ബി, സി, ഡി. ഓക്കെ, ഇനി ഈ എഫിലേക്കാണ്. അതാ സീത, പാർവതി, 2 ദേവിമാരെ കൂട്ടി വിളിക്കുക. സീതയും ദേവിയാണ്, പാർവതിയും ദേവിയാണ്. അപ്പോൾ അയ്യോ ദേവി, സീത, പാർവതി. അയ്യോ ദേവി, സീത, പാർവതി, എ, ബി, സി, ഡി, ഇ, എഫ്. ഇനി നോക്കുക. ജി എന്താണ്? ഷീ. എച്ച് എന്താണ്? ഹി. ഐ എന്താണ്? ഇറ്റ്. ജെ എന്താണ്? എവരിബഡി. ഷീ ഹിറ്റ് എവരിബഡി. നോക്കുക. ഷീ, ഹി, ഇറ്റ്, എവരിബഡി. ഓക്കെ, ഇവിടെ ഇത് ഓർക്കാൻ വേറൊരു മാർഗമുണ്ട്. എന്താണ്? എച്ച് വന്നാൽ എളുപ്പമാണ് ഓർക്കുവാൻ. കാരണം എന്താ? ഹീ ആണ്. ഹീ ഏത് ലെറ്ററിലാണ് തുടങ്ങുക? എച്ച് ആണ്. ഇറ്റ് ഓർക്കുവാനും എളുപ്പമുണ്ട്. കാരണം ഇറ്റിനെ പ്രതിനിധീകരിക്കുന്നത് ഐ ആണ്. ഇറ്റ് തുടങ്ങുന്നത് ഐയിലാണ്. ഇനി ഷീ, ജി എന്ന് പറയുന്നത് ഷീ ആണെന്ന് ഓർക്കുവാനും എളുപ്പമാണ്. ഇത് ഗേൾ എന്ന് ഓർക്കുക. ഗേൾ. ജിയെ ഗേൾ എന്നോർത്താൽ പിന്നെ അത് ഷീയിലേക്ക് വരും, എളുപ്പമാണ്. നോക്കാം, നമ്മൾക്ക് ഒന്ന് കൂട്ടി വായിക്കുക. മലയാളം. അയ്യോ ദേവി, സീത, പാർവതി. വിളിക്കുകയാണ് പാർവതിമാരെ 2 പേരെ. എന്നിട്ട് പറയുകയാണ് അവൾ ഹിറ്റ് ഇടിച്ചു എല്ലാവരെയും. ഷീ ഹിറ്റ് എവരിബഡി. അയ്യോ ദേവി, സീത, പാർവതി. ഷീ ഹിറ്റ് എവരിബഡി. ഷീ, ഹി, ഇറ്റ് എവരിബഡി. കോഡിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്ന 10 ലെറ്റേഴ്സിനെ പ്രതിനിധീകരിക്കുന്ന വാക്കുകൾ, വാചകത്തിൽ വരുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഓർത്തെടുക്കുവാൻ എളുപ്പമാണ്. എന്തെഴുതുക? എ മുതൽ ജെ വരെ എഴുതുക. എന്നിട്ട് അയ്യോ ദേവി, സീത, പാർവതി, ഷീ ഹിറ്റ് എവരിബഡി എന്ന് എഴുതിയാൽ നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. ഓക്കെ, എക്ക് എന്താണ്, ബിക്ക് എന്താണെന്ന് ഈ പറയുന്ന വാചകത്തിൽ നിന്നും, അയ്യോ ദേവി, സീത, പാർവതി, ഷീ ഹിറ്റ് എവരിബഡിയിൽ നിന്നും ഓർത്തെടുക്കുവാൻ എളുപ്പമാണ്. 10 വാക്കുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങളത് മറക്കിയില്ല. അതുപോലെ തന്നെ ബാക്കിക്കും സൂത്രങ്ങളുണ്ട്, ബാക്കിയുള്ള ഭാഗങ്ങൾക്കും സൂത്രങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളതും പേടിക്കേണ്ട. ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ബുക്കിൽ പോകുക, എന്നിട്ട് ആ ബുക്കിൽ നോക്കി എഴുതുക. 1-2 പ്രാവശ്യം ഒരു ലെറ്ററിൻ്റെ വാക്ക് ഏതാണെന്ന് മനസ്സിലായാൽ പിന്നീട് ആ ലെറ്റർ ആദ്യ ഭാഗത്ത് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടാകില്ല. അതും ഒരു പഠനമായി മാറുന്നു.
ഓക്കെ, അവിടെ അത് ഉപയോഗിക്കുവാൻ സാധിക്കുന്നു. അയ്യോ ദേവി സീത പാർവതി, ഷീ ഹിറ്റ് എവരിബാഡി. അയ്യോ എന്നതിൽ 2 വാക്ക്, അയ്യു, ദേ, വി, സീത പാർവതി. ഷീയിൽ 1, ഹിറ്റിൽ 2 ഹി, ഇറ്റ്, എവരിബാഡിയിൽ 1. നോക്കുക, ഈ രീതിയിൽ നിങ്ങൾക്കത് എടുക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഈ കോഡിലെ എ എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. ഐ എന്ന വാക്കിനെയാണ് എ എനിക്ക് തന്നത്, ഐ ആണ്. എക്ക് പകരം ബി ആണെങ്കിൽ എനിക്ക് കിട്ടുന്നത് യു ആണ്. എക്ക് പകരം സി ആണെങ്കിൽ എനിക്ക് കിട്ടുന്നത് ദേ ആണ്. എക്ക് പകരം ഡി ആണെങ്കിൽ ഡി എനിക്ക് നൽകുന്ന വാക്ക് വി ആണ്. അങ്ങനെ നമ്മൾ ജെ വരെ ഇപ്പോൾ പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് ലെസർ പോയിന്റ് നോക്കുക, 2ാം ഭാഗത്തേക്കാണ്. അതെന്താണ് എനിക്ക് നൽകുന്നത് എന്നുള്ളതാണ്. അത് വാചകത്തിലേക്ക് സംഭാവന ചെയ്യുന്നത് എന്താണ്, ഏത് വാക്കാണ് അത് നൽകുന്നത് എന്നാണ് നമ്മൾ അറിയുവാൻ പോകുന്നത്. ഓക്കെ, 2ാം ഭാഗം നമ്മളോട് പറയുന്നത് പുറത്തെടുക്കുന്ന വാചകം ഏത് ഘടനയിലുള്ളതാണെന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് 43 ഘടനകളുണ്ട്. സുന്ദരമായി ഇംഗ്ലീഷ് സംസാരിക്കുവാനും എഴുതുവാനും നമ്മൾക്ക് ആകെ വേണ്ടത് 43 ഘടനകളാണ്. അത് അങ്ങനെയെങ്കിൽ 2ാം ഭാഗത്ത് 1 മുതൽ 43 വരെയുള്ള അക്കങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതെങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കും എന്നുള്ളതും നിങ്ങൾക്ക് സംശയമുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ തൊട്ടു മുൻപ് കണ്ടില്ലേ, അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതും വിശ്വസിക്കുക. ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്, എൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് വിട്ടേക്കുക. നിങ്ങൾക്ക് കഴിവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ കഴിവ് നിങ്ങളിലുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിന് രൂപം കൊടുത്തത്. അതുകൊണ്ട് അത് വിട്ടേക്കുക. നിങ്ങളുടെ ക്ഷമയും സമയവും എനിക്ക് തന്നാൽ മതി. എന്ത് പറയുവാനും എന്തെഴുതുവാനും 43 ഘടനകൾ മതി എന്ന് പറയുമ്പോൾ തൊട്ടു മുൻപ് ആ ടീച്ചർ വൈറ്റ് ബോർഡിൽ എഴുതിയ ആ വാചകവും ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഘടനയിലുള്ളതായിരിക്കണം. അതിനൊരു സ്ഥാനം ഈ ഘടനയിൽ വേണം നോക്കാം. നമുക്ക് അത് ഏത് ഘടനയിൽ ഉള്ളതാണ് എന്ന് നോക്കാം. ഈ പറയുന്ന കോഡ് അല്ലെങ്കിൽ ഹും ക്യാൻ ഐ ആസ്ക് എന്ന് പറയുന്ന ഈ വാചകം ഏത് ഘടനയിലുള്ളതാണ് നോക്കുമ്പോൾ അത് 9 എന്ന് പറയുന്ന ഘടനയിലാണ്. ഇപ്പോൾ ഒരു കോഡിൽ 2ാം ഭാഗത്ത് 9 കണ്ടാൽ അത് നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നില്ലെങ്കിൽ എന്തു ചെയ്യുക? ബുക്കിൽ പോകുക, മെറ്റീരിയൽ എടുക്കുക, സ്റ്റഡി മെറ്റീരിയൽ എടുക്കുക, അവിടെ പോയി നോക്കുക. ഓക്കെ, അതും ഒരു പഠനമാണല്ലോ. ഓക്കെ, 2-3 പ്രാവശ്യം 9 പോയി നോക്കിയാൽ, 2-3 പ്രാവശ്യം 1 നോക്കിയാൽ, 2-3 പ്രാവശ്യം ഇതിലേതെങ്കിലും നമ്പർ എടുത്ത് നോക്കിയാൽ, ബുക്കിൽ നോക്കിയാൽ അത് നിങ്ങളുടെ മനസ്സിൽ പതിയും എന്നുള്ളത് വേറൊരു വശമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 9 എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മൾ ഓർക്കേണ്ടത്? ഇപ്പോൾ തന്നെ നമുക്ക് പഠിച്ചു വച്ചേക്കാം. കുറച്ച് പ്രാവശ്യം ഇതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ 9 എന്നത് നിങ്ങളുടെ ഓർമ്മയിൽ വരും. ഇപ്പോൾ എ എന്നത് നിങ്ങളുടെ ഓർമ്മയിൽ വരില്ലേ? അപ്പോൾ കുറച്ച് പ്രാവശ്യം ഇത് ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ തന്നെ 9 ഏതെന്ന് നിങ്ങളുടെ ഓർമ്മയിൽ വരും. നോക്കാം നമുക്ക് 9. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണുന്നത് 2ാം ഭാഗമാണ്. 9E എന്താണ് വാചകത്തിലേക്ക് നൽകുന്നത് എന്നുള്ളതാണ് കാണുവാൻ പോകുന്നത്. 9 എന്ന് പറയുന്ന അക്കം 2ാം ഭാഗത്ത് വരുമ്പോൾ അത് തനിയെ നിൽക്കില്ല. അതെപ്പോഴും ഒരു ലെറ്ററിനെ ആശ്രയിച്ചിട്ടായിരിക്കും നിൽക്കുക. ഇപ്പോൾ തന്നെ പഠിച്ചു വച്ചേക്കുക. ഇങ്ങനെ കേൾക്കുമ്പോൾ അത് ഓർമ്മയിൽ വരും. 9 എന്ന് പറയുന്ന അക്കം 2ാം ഭാഗത്ത്, കോഡിൻ്റെ 2ാം ഭാഗത്ത് ഒരിക്കലും തനിയെ നിൽക്കില്ല, മറിച്ച് ഒരു ലെറ്ററിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും നിൽക്കുക. ഇപ്പോൾ കോഡിൽ നിങ്ങൾക്കറിയാം ഇ എന്ന് പറയുന്ന ലെറ്റർ ചേർന്നിട്ടാണ് 2ാം ഭാഗം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഏത്? എ കണ്ടാൽ ഐ ആണ്, ബി കണ്ടാൽ യു ആണ്, സി കണ്ടാൽ ദേ ആണ്, ഡി കണ്ടാൽ വി ആണ്. അത്രയെങ്കിലും ഓർത്തിരിക്കുക. ഇനി 9 കണ്ടാൽ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം അതൊരിക്കലും തനിയെ 2ാം ഭാഗത്ത് നിൽക്കില്ല. അപ്പോൾ അതെന്താണ് നൽകുന്നത് എന്ന് നോക്കുക. ചിലപ്പോൾ 9A ആയിരിക്കും, ചിലപ്പോൾ 9B ആയിരിക്കും, 9C ആയിരിക്കും, 9D ആയിരിക്കും, E ആയിരിക്കും, F ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതും നമ്മുടെ ഓർമ്മയിൽ വേണം. ഇവിടെ നമ്മൾക്ക് വന്നിരിക്കുന്നത് എന്താണ്? ഏത് ലെറ്ററാണ് കൂടെ വന്നിരിക്കുന്നത്? 9E ആണ്. 9A കണ്ടാൽ എനിക്കത് നൽകുന്നത് വിൽ എന്ന വാക്കാണ്. 9A കണ്ടാൽ വിൽ എന്ന വാക്ക് അതെനിക്ക് തരുന്നു. പക്ഷേ ഇവിടെ വേണ്ടത് നമ്മൾക്ക് 9E ആണ്. 9B കണ്ടാൽ വുഡ് എന്ന വാക്ക് തരുന്നു. വുഡ് ഉപയോഗിച്ചിട്ടായിരിക്കും വാചകം ഉണ്ടാക്കുക. 9C കണ്ടാൽ ഷാലായിരിക്കും. 9D കണ്ടാൽ ഷുഡായിരിക്കും. 9E കണ്ടാൽ ക്യാനായിരിക്കും. 9F കണ്ടാൽ കുഡായിരിക്കും. ഇതും ഓർത്തെടുക്കുവാനുള്ള കഴിവ് വേണം. ഇതും സൂത്രങ്ങളുണ്ട്. നിങ്ങൾ വിഷമിക്കാതിരിക്കുക, സൂത്രങ്ങളുണ്ട്. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ വരും.
ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓർമ്മയിൽ വന്നില്ലെങ്കിൽ അതിനും മാർഗം എന്താണെന്ന് ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഡോണ്ട് വറി. ഇപ്പോൾ ഈ കോഡിൽ 9E ആണ്. അങ്ങനെയെങ്കിൽ 9E എനിക്ക് ഏത് വാക്കിനെയാണ് നൽകുന്നത്? ക്യാൻ എന്ന വാക്കിനെയാണ്. നോക്കുക, 9E എന്നത് ക്യാൻ ആണ്. ലെസർ പോയിന്റ് നോക്കുക, 9E നോക്കുക, 9E ഏതാണ്? ക്യാൻ ആണ്. അപ്പോൾ എനിക്ക് ഐയും കിട്ടി, ക്യാനും കിട്ടി. ഇപ്പോൾ 9A ആണെങ്കിൽ എനിക്ക് തരുന്നത് വില്ലാണ്, ഇക്ക് പകരം ബി ആണെങ്കിൽ വുഡാണ്. ഐ വുഡ് എന്നൊക്കെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുവാനായിട്ട് ഈ കോഡിന് സാധിക്കും. ഈ കോഡ് തരുന്നത് ഞാനാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ഈ കോഡിൽ ഉണ്ടാക്കി നിങ്ങൾക്ക് തരും. നിങ്ങളതിനെ പൊളിച്ച് അതിൽ നിന്നും വാചകമുണ്ടാക്കുക എന്ന് മാത്രമാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരു കോഡിൽ 9E കണ്ടു. 9E എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. ഇനി അറിയാമെന്ന് വിചാരിക്കുക, ക്യാൻ ആണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അർത്ഥം അറിയില്ല എന്ന് വിചാരിക്കുക. അവിടെ രണ്ട് രീതിക്കും സാധ്യതയുണ്ട്. ഒന്ന്, 9E എന്ന് കാണുമ്പോൾ ഏത് വാക്കാണെന്ന് ഓർമ്മയിൽ വരാതിരിക്കുക. ഇനി വന്നാൽ പോലും അതിൻ്റെ അർത്ഥം അറിയാതിരിക്കുക. അതിനുള്ള പോംവഴിയാണ് ഇനി നമ്മൾ തേടുന്നത്. നോക്കുക, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന സ്റ്റഡി മെറ്റീരിയലിൻ്റെ ആദ്യ പേജാണ്. 43 ഘടനയുണ്ടെന്ന് പറഞ്ഞു. ആ 43 ഘടനകൾ എന്താണെന്ന് അറിയില്ലെങ്കിൽ, ഓരോ ഘടനയും എന്താണെന്ന് അറിയില്ലെങ്കിൽ ഈ ബുക്ക് നിങ്ങളെ സഹായിക്കും. 43 ഘടനകളെ പഠിക്കുവാൻ 5 ബുക്കുകളുണ്ട്. 5 ബുക്കുകളും ചെറിയ ചെറിയ ബുക്കുകളാണ്. ആദ്യ ബുക്കിൽ 1 മുതൽ 12 വരെയുള്ള ഘടനകളാണ് പഠിക്കുക. രണ്ടാമത്തെ ബുക്കിൽ 13 മുതൽ 20 വരെയുള്ള ഘടനകൾ. അങ്ങനെ 43 വരെ ഘടനകളെത്തുമ്പോൾ നമ്മൾ 5 ബുക്കുകൾ കവർ ചെയ്യും. ചെറിയ ചെറിയ ബുക്കുകളാണ്. ഓക്കെ, പേടിപ്പെടുത്താതിരിക്കുവാനാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ബുക്കുകളാക്കിയിരിക്കുന്നത്. ഈ ബുക്കിൽ 9E ഉണ്ട്. അതായത് ഈ ബുക്കിൽ 9E എന്താണെന്നുള്ളത് വിശദമായിട്ട് പറയുന്നുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ബുക്കിലെ തന്നെ 9E എന്താണെന്ന് പറയുന്ന പേജാണ്. പക്ഷെ അത് ക്ലിയർ അല്ല എന്ന് തോന്നുന്നു. നോക്കുക, 9E എന്താണെന്ന് മുകളിലുണ്ട്, അതിൻ്റെ ഉപയോഗങ്ങൾ താഴെയുണ്ട്. ഓരോ ഉപയോഗത്തിനും ഓരോ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഉദാഹരണങ്ങൾ നോക്കി നിങ്ങൾക്ക് എഴുതുവാനുള്ള സ്ഥലം താഴെയുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിശീലിക്കും, എന്നിട്ട് കോഡിലേക്ക് പോകും. അപ്പോൾ ഒരിക്കലും നിങ്ങളത് മറക്കില്ല, അത് ശീലമാകുന്നു. കുറച്ചുകൂടി വലുതായിട്ട് ഇതൊന്ന് കാണിക്കുകയാണ്. നോക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നോക്കുക, 9E എന്ന് പറഞ്ഞാൽ ക്യാൻ എന്ന വാക്കാണ്. 9E എന്ന് പറഞ്ഞാൽ ക്യാൻ എന്ന വാക്കാണ് നൽകുക. ക്യാൻ എന്ന വാക്കിൻ്റെ ഗുണങ്ങൾ, ഉപയോഗങ്ങൾ ഇവിടെയുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ വലതുഭാഗത്തുണ്ട്. സ്ട്രക്ചർ ഇവിടെ മുകളിലുണ്ട്. ക്യാൻ എന്നതിൻ്റെ കൂടെ ക്രിയയുടെ ഏത് രൂപമാണ് ചേരുക എന്നുള്ളതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡെമോ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും പറയുവാൻ എനിക്ക് സമയമില്ല. യഥാർത്ഥ ക്ലാസ്സുകളിൽ ഈ ബുക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ 9E എന്ന് പറയുന്നത് ക്യാനാണ്. ആ ക്യാൻ വെച്ചൊരു വാചകം ഉണ്ടാക്കുമ്പോൾ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പേജ് നിങ്ങളെ സഹായിക്കും. ഇവിടെ മലയാളമൊന്നുമില്ല, ഇംഗ്ലീഷ് മാത്രമാണ്. എന്നാൽ പോലും 100% ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്യാൻ എന്ന വാക്ക് ജീവിത സാഹചര്യത്തിൽ എന്തെല്ലാം അർത്ഥങ്ങളാണ് തരുന്നത് എന്നെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഈ പേജിൽ കാണുവാൻ സാധിക്കും. തൊട്ട് മുൻപ് ഏത് പേജായിരിക്കും? 9D ആയിരിക്കും. 9D, അത് കഴിഞ്ഞിട്ടാണല്ലോ 9E. അപ്പോൾ ഓരോ പേജുകളും ഉണ്ടാകും. വില്ലിനൊരു പേജ്, വുഡിനൊരു പേജ്, ഷാലിനൊരു പേജ്, ഷുഡിനൊരു പേജ്, ഇല്ലേ? ഇവിടെ ഇപ്പോൾ ക്യാനിനൊരു പേജ്. ഈ പേജ് കഴിഞ്ഞാൽ ഇത് 15ാമത്തെ പേജാണെങ്കിൽ 16 കുഡിൻ്റെ പേജായിരിക്കും. അവിടെ അതിൻ്റെ ഉദാഹരണങ്ങൾ ഉണ്ടാകും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഘടന. ക്യാൻ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. ഇപ്പോൾ 9E എന്താണ് സംഭാവന ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി. ഐ ക്യാൻ എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് അടുത്ത ലെറ്റർ. 3ാമത്തെ ഭാഗത്ത് വരുന്നത് ഒരു ലെറ്ററായിരിക്കും. അവിടെ എത്ര സാധ്യതകൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. 26 സാധ്യതകൾ അവിടെയുമുണ്ട്. അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ലെറ്റർ എ എന്താണെന്ന് അറിയാൻ വീണ്ടും ആ സ്റ്റഡി മെറ്റീരിയലിലെ പേജിലേക്ക് വന്നിരിക്കുന്നു. അതറിയാനുള്ള ഭാഗം ഇതാണ്. ഇവിടെ നിങ്ങൾക്കത് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ വ്യക്തമായി കാണിക്കുന്നു. ഓക്കെ, അത് ക്രിയ ഏതാണ് എന്ന് വിളിച്ചു പറയുന്ന ലെറ്ററാണ്. ആ വാചകം ഏത് ക്രിയയിൽ ഉണ്ടാക്കണം എന്ന് പറയുന്ന ലെറ്ററാണത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, സാറേ അതിന് വി എന്ന് വെച്ചാൽ മതിയല്ലോ. വി എന്ന് വെച്ചാൽ
അതിൻ്റെ അർത്ഥം V1 V2 വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, പ്രവൃത്തിയെ കാണിക്കുന്ന ഒരു വാക്ക്. ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ടീച്ചാണ്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സ്റ്റഡിയാണ് അല്ലേ? പല പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ സ്പീക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പ്രവൃത്തികളാണ്. അപ്പോൾ അതിനൊക്കെ കൂടി നമുക്ക് വി എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രവൃത്തി കൊടുത്താൽ പോരെ എന്ന് ചോദിക്കാം ഇല്ലേ? അപ്പോൾ വി കണ്ടാൽ ഒരു പ്രവൃത്തി അവിടെ കൊടുത്തുകൊണ്ട് വാചകം ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 9EV എന്ന് കൊടുത്താൽ വി എന്നാൽ വേർബാണ്. അപ്പോൾ ഐ ക്യാൻ സിങ്, ഐ ക്യാൻ ഡാൻസ്, ഐ ക്യാൻ ഗോ, ഐ ക്യാൻ സിറ്റ്, ഐ ക്യാൻ സ്റ്റാൻഡ്, അങ്ങനെയൊക്കെ മതിയല്ലേ എന്ന് ചോദിക്കാം. പോരാ. ഇപ്പോൾ തൊട്ട് മുൻപ് കണ്ട പേജിൽ A to Z ഉണ്ട്. വലുതാക്കി കാണിച്ചപ്പോൾ ഇവിടെ I വരെ കൊടുക്കുവാനാണ് നമ്മൾക്ക് സ്ഥലമുള്ളൂ. ഓക്കെ. A വന്നാൽ എന്താണ്? ആസ്ക്. B വന്നാൽ ബ്രിങ്. C വന്നാൽ കോൾ. D വന്നാൽ ഡയറക്റ്റ്. E വന്നാൽ ഇമെയിൽ. ഇമെയിൽ എന്ന് പറഞ്ഞാൽ ക്രിയയുമാണെന്ന് ഓർക്കുക. ഇമെയിലിംഗ്, ഇമെയിൽഡ് എന്നൊക്കെ പറയും. ഓക്കെ. അതായത് ING ചേർക്കാൻ പറ്റുമെങ്കിൽ അത് ക്രിയയാണ്. ഇമെയിലിംഗ്, ഇമെയിൽഡ് എന്നൊക്കെ പറയും. ഫോളോ, പിന്തുടരുക, ഗൈഡ്, ഹെൽപ്പ്, ഇൻവൈറ്റ്. ഇതിൽ എത്ര വാക്കുകൾ നിങ്ങൾക്കറിയാം എന്നെനിക്കറിയില്ല, മിക്കതും തന്നെ അറിയാം. ബ്രിങ്, കൊണ്ടുവരിക, കോൾ, വിളിക്കുക. ഡയറക്റ്റ് ചെയ്യുക. ഫോളോ, പിന്തുടരുക. ഗൈഡ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ മലയാളമില്ലാതെ അറിയാവുന്ന വാക്കുകളാണ്. ഓക്കെ. അപ്പോൾ A കണ്ടാൽ എന്ത് കൊടുക്കണം? ആസ്ക്. ഇപ്പം വീണ്ടും ഒരു സംശയമുണ്ടാകും, ഇതും ഓർത്തിരിക്കണമോ എന്നുള്ളതാണ്. ആദ്യ രണ്ട് ഭാഗവും ഓർത്തിരിക്കണം, ഇത് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. A കണ്ടാൽ എയിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു ക്രിയ മതിയാകും. വാചകത്തിന് അർത്ഥം കിട്ടുന്ന ഒരു ക്രിയ ആയിരിക്കണം, ഘടനയ്ക്ക് ചേരുന്ന ഒരു ക്രിയ ആയിരിക്കണം. മൂന്നാം ഭാഗത്ത് A കണ്ടാൽ ആസ്ക്, അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അലൗ വയ്ക്കാം. അലൗ, അനുവദിക്കുക, അലൗ. അപ്പോൾ ആസ്ക് ആണെങ്കിൽ അത് വയ്ക്കുക. ഏതെങ്കിലും എയിൽ തുടങ്ങുന്ന ഒരു ക്രിയ കൊണ്ടുവരണം. B ആണെങ്കിലും C ആണെങ്കിലും അതുപോലെ. എന്തിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്? ഇപ്പോൾ A9EV എന്ന് വയ്ക്കാഞ്ഞത്, വി വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വാക്കുകൾ മാത്രമാണ് നിങ്ങൾ വയ്ക്കുക. എന്നാൽ A മുതൽ Z വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ അങ്ങനെയുള്ള വാക്കുകൾ പഠിക്കുവാൻ ശ്രമിക്കും. ഇപ്പോൾ X കണ്ടു എന്ന് വിചാരിക്കുക. A9EX കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിൽ വാക്കില്ല, ക്രിയയില്ല. അപ്പോൾ നിങ്ങൾ ഡിക്ഷണറി നോക്കും. അങ്ങനെ പോയി നോക്കി കിട്ടുന്ന വാക്ക് പിന്നീട് നിങ്ങൾ മറക്കുകയില്ല എന്നുള്ളതാണ് ഈ ഒരു രീതിയുടെ ഗുണമെന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വാക്കുകൾ വരുവാനായിട്ട് സാധിക്കും. കൂടുതൽ വാക്കുകൾ നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. ഈ ഒരു കോഡിൽ നിങ്ങൾ മൂന്നാമത്തെ ഭാഗത്ത് A കണ്ടു, അവിടെ ആസ്ക് വെച്ച് ഒരു വാചകം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നീട് ആ വാക്ക് തന്നെ ഉപയോഗിക്കാതെ പുതിയ വാക്കിനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ഈ വാക്ക് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ വാക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ പിന്നീട് എപ്പോഴും ഈ വാക്ക് വയ്ക്കരുത്. നിങ്ങൾ പുതിയ എയിൽ തുടങ്ങുന്ന ഒരു ക്രിയയെ അന്വേഷിച്ച് പോവുക, എന്നിട്ട് അത് വയ്ക്കുക. അങ്ങനെ നിങ്ങളുടെ വൊക്കാബുലറി കൂട്ടി കൊണ്ടുവരുവാനും ഈ പറയുന്ന ആൽഫ കോഡ് ഇംഗ്ലീഷ് നിങ്ങളെ സഹായിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കോഡിൽ A ആയതുകൊണ്ട് നമ്മളിവിടെ നിന്ന് എടുക്കുന്നത് ആസ്ക് എന്ന് പറയുന്ന ക്രിയയാണ്. ഓക്കെ. A9EA, മൂന്നാമത്തെ ഭാഗം A ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ആസ്ക് എടുത്തു. ഓക്കെ. അപ്പോൾ വാചകം ഏതാണ്ട് പൂർണ്ണമാകുന്നു. ഐ ക്യാൻ ആസ്ക്, എനിക്ക് ചോദിക്കുവാൻ കഴിയും എന്നുള്ള അർത്ഥത്തിലേക്ക് മാറി. ഐ ക്യാൻ ആസ്ക്, എനിക്ക് ചോദിക്കുവാൻ പറ്റും, എനിക്ക് ചോദിക്കുവാൻ കഴിയുമെന്ന അർത്ഥത്തിലേക്ക് കോഡ് മാറിയിരിക്കുകയാണ്. പക്ഷേ ടീച്ചറിൻ്റെ വാചകം എന്തായിരുന്നു? ഹും ക്യാൻ ഐ ആസ്ക് എന്നായിരുന്നു. ആരോടാണ് എനിക്ക് ചോദിക്കുവാൻ കഴിയുക എന്നുള്ള ചോദ്യമായിരുന്നു. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ 3 ഭാഗം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഐ ക്യാൻ ആസ്ക് എന്ന് പറയുന്ന രീതിയിലെത്തിയിരിക്കുന്നു. ഓക്കെ. ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തി. അതും നിങ്ങളുടെ ഓർമ്മയിൽ വേണം. ഓർമ്മയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര മനോഹരമാണ് ഈ പഠന രീതി എന്ന് ഓർക്കുക. ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഓർത്തെടുക്കുവാനുള്ള എല്ലാ സൂത്രങ്ങളും ഞാൻ പറഞ്ഞു തരും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ആ ബുക്ക് നിങ്ങളെ സഹായിക്കും. കുറേ കോഡുകൾ ചെയ്ത് കഴിയുമ്പോൾ അതും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. 12 എന്താണെന്ന് ബുക്കിൻ്റെ സഹായത്തോടെ പഠിക്കാം. ആ പേജിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യമാണ് കിട്ടുക. ഇവിടെ 14 വരെ കൊടുത്തിട്ടുണ്ട്. ഇനിയും വരുവാനുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും.
15, 16, 17 അങ്ങനെ 25, 30, 35 പോകും. ഇവിടെ 12 എന്ന് പറയുന്നത് ഹും ആണ് നമ്മൾക്ക് തരുന്ന വാക്ക്. എന്താണ്? ഹും എന്ന വാക്കാണ്. ഓക്കെ, കോഡിൽ 12 ആണുള്ളത്. അത് എന്ത് വാക്കാണ് നമുക്ക് നൽകുന്നത്? ഹും എന്ന വാക്കാണ്. ഓർമ്മയിരിക്കുക, ഹും. ഓക്കെ, ആ ടീച്ചറിൻ്റെ വാചകത്തിലെ 4 വാക്കുകളും നമ്മൾക്കിവിടെ കിട്ടി. അപ്പം ഹും വന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇതൊരു ചോദ്യമാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് പഠിക്കണം? ഒരു ചോദ്യ വാചകത്തിൻ്റെ ഘടന മനസ്സിലാക്കണം. ഘടന അറിയുമെങ്കിൽ അത് ആ രീതിയിൽ വാക്കുകൾ നിരത്തിയാൽ ചോദ്യമാകും. അതൊക്കെ നമ്മൾ റിയൽ ക്ലാസ്സുകളിലാണ് പഠിക്കുക. ഇവിടെയൊന്നും എനിക്കത് പഠിപ്പിക്കുവാൻ നേരമില്ല. എന്നാലും എന്താണൊരു ഘടന എന്ന് ഞാൻ പറയാം. ഇപ്പം ഇവിടെ നമ്മൾക്ക് 4 വാക്കുകളുണ്ട്. അതിലൊരു വാക്ക് ചോദ്യത്തെ കാണിക്കുന്ന വാക്കായതുകൊണ്ട്, ചോദ്യവാക്കായതുകൊണ്ട്, ക്വസ്റ്റ്യൻ വേർഡായതുകൊണ്ട് നമ്മൾക്കെന്ത് മനസ്സിലായി? ഇതൊരു ചോദ്യമാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം വയ്ക്കേണ്ടത് ആ വാക്കാണ്. അപ്പോൾ ഈ കോഡിൽ ഒളിഞ്ഞു കിടക്കുന്ന വാചകം പുറത്തെടുക്കുമ്പോൾ ഏത് വാക്കിൽ തുടങ്ങണം? ചോദ്യവാക്കിൽ തുടങ്ങണം. ഓക്കെ, അതാണ് അതിൻ്റെ നിയമം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യ വാക്ക് എന്തായി? ഹുമ്മായി മാറി. ഓക്കെ, എല്ലാ ഘടനകളുടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പം 9E പഠിക്കുമ്പോൾ മാത്രമല്ല, 43 ഘടനകൾക്കും ഇതാണ് അതിൻ്റെ തത്വം. ഓക്കെ, രീതി ഇതാണെന്ന് മനസ്സിലാക്കുക. ചോദ്യവാക്കുണ്ടെങ്കിൽ ചോദ്യവാക്ക് ആദ്യം വരണം. അത് കഴിഞ്ഞ് പോകേണ്ടത് സഹായക്രിയ ആണ്. ഇപ്പോൾ ഈ കോഡിൽ നോക്കുമ്പോൾ സഹായക്രിയ എന്ന് പറയുന്നത് ക്യാനാണ്. ഓക്കെ, ക്യാനാണ് സഹായക്രിയ. സഹായക്രിയ ആയിരിക്കണം ചോദ്യവാക്ക് കഴിഞ്ഞ് പിന്നീട് വരേണ്ടത്. അപ്പോൾ നമ്മൾ സഹായക്രിയയെ താഴേക്കെടുക്കുന്നു. ഓക്കെ, ഇനി വരേണ്ടത് ആ വാചകത്തിലെ സബ്ജക്റ്റാണ് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ, അതായത് ആ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്, അയാളാണ് വരേണ്ടത്. ഇവിടെ ഐ ആണ്. അപ്പോൾ ഐ താഴേക്ക് വന്നു. ഇനി വരേണ്ടത് എന്താണ്? ഇനി വരേണ്ടത് ക്രിയയാണ്, പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കാണ്. അതും നമ്മൾക്കിവിടെയുണ്ട്, ആസ്ക് ഉണ്ട്. ഇനി വേറെ ഒന്നും ബാക്കിയില്ലാത്തത് കൊണ്ട് ഇവിടെ ഒന്നും എഴുതുന്നില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ആസ്കിൻ്റെ വലതുഭാഗത്താണ് വരിക. ഇപ്പോൾ ഈ കോഡിൽ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് പൂർണ്ണമാക്കുന്നു, ചോദ്യ ചിഹ്നമിട്ട് പൂർണ്ണമാക്കുന്നു. ആ ടീച്ചർ ബോർഡിൽ എഴുതിയ ആ വാചകം മലയാളമില്ലാതെ കോഡിൻ്റെ സഹായത്തോടെ നമ്മളെടുത്തു. ഇത് പഠിച്ചതുകൊണ്ടാണ് ഇത്ര സമയമെടുത്തത്. ഇതിപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ 2 സെക്കൻഡ് കൊണ്ട് തന്നെ ഈ വാചകം താഴെ വരുമായിരുന്നല്ലോ. ഓക്കെ, ഇനി അറിയില്ലെങ്കിൽ കൂടി ബുക്കിലെടുത്ത് നോക്കിയാലും നമുക്ക് ഒരു 1/2 മിനിറ്റ് കൊണ്ട് ഈ വാചകം പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയാണ് നിങ്ങൾ ഇതിൻ്റെ രസം അനുഭവിച്ചറിയുവാൻ പോകുന്നത്. ഈ കോഡിൻ്റെ ശക്തി എന്താണെന്നുള്ളത് ഇനി നിങ്ങൾ അറിയും. ഈ കോഡുകൾ നൽകുന്നത് നിങ്ങളല്ല കേട്ടോ, ഞാനാണ്. എങ്ങനെയൊക്കെ നിങ്ങളെക്കൊണ്ട് ചിന്തിപ്പിക്കണം എന്നെനിക്കറിയാം. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാചകങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങളെ ചിന്തിപ്പിക്കണം എന്നെനിക്കറിയാം. അതുകൊണ്ട് ആ രീതിയിലുള്ള കോഡുകളായിരിക്കും നൽകുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പോകാം. ഇപ്പോൾ എ മാറി ബി വന്നിരിക്കുന്നു. വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് മഞ്ഞ നിറത്തിൽ കൊടുത്തിരിക്കുന്നു. വ്യാകരണപരമായി താഴെ എഴുതിയിരിക്കുന്ന വാചകം ശരിയാണെങ്കിലും കോഡുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ആ വാചകം തെറ്റാണ്. കാരണം ബി എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? യുവിനെയാണ്. ഇപ്പോഴാണ് അത് ശരിയായി മാറിയിരിക്കുക. ഹും ക്യാൻ യു ആസ്ക്? നിനക്ക് ആരോടാണ് ചോദിക്കുവാൻ കഴിയുക? ആരോടാണ് നിനക്ക് ചോദിക്കുവാൻ പറ്റുക? ആ രീതിയിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ സാധിച്ചത് ഈ കോഡ് ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയോ വാചകങ്ങൾ എഴുതി പഠിക്കേണ്ടി വരും. അതിൻ്റെ എല്ലാം മലയാളം ആവശ്യമാണ്, ഇംഗ്ലീഷിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ പഠിക്കുമ്പോൾ പറയുമ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ പറയും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. കോഡ് ചിന്തിക്കുവാൻ പോകുമോ? കോഡ് ചിന്തിക്കുവാൻ പോകില്ല. കാരണം കോഡിന് ഭാഷയില്ല, അർത്ഥമില്ലാത്തത് കൊണ്ട് ഇത് ആവർത്തിക്കുന്നു. ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരിക. ഇപ്പം ഇവിടെ ഒരു ചോദ്യമാണല്ലോ. ചോദ്യമാണെങ്കിൽ ഉത്തരമുണ്ട്. ഉത്തരവും കോഡായിട്ടാണ് നൽകുക. ഇപ്പോൾ സി ആണ്. ഇത് സി ആയപ്പോൾ വാചകം എങ്ങനെയായി മാറണം? അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുവാൻ സാധിക്കുമോ? അതിൻ്റെ അർത്ഥം അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കുകയുമാണ്, ഞാൻ പഠിപ്പിച്ചത് മനസ്സിലായി എന്നുള്ളതും എനിക്ക് അറിയുവാൻ സാധിക്കും. സന്തോഷവുമാകും. എച്ച് വന്നാൽ സിമ്പിളായിട്ട് ഓർക്കാലോ. എച്ച് വന്നാൽ എന്താണ്? ആ ലെറ്ററിൽ തന്നെ തുടങ്ങുന്ന ഒരു വാക്കാണ്. ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കോഡിൻ്റെ ഗുണം.
ഓക്കെ, ഇപ്പോൾ 9D ആണ് വന്നിരിക്കുക. 9D എന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല. 9E ക്യാനാണെന്ന് കുറേ ആവർത്തിച്ചത് കൊണ്ട് നിങ്ങൾ പഠിച്ചു. 9D എന്താണെന്ന് ഞാൻ മുന്നേ കാണിച്ചിരുന്നു. 9Eയിലുള്ള വാചകമാണ് ടീച്ചർ എഴുതിയത് കൊണ്ടാണ് 9E വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നത് 9E ക്യാനാണെന്ന്. എന്നാൽ കുറച്ച് മുന്നിലേക്ക് പോയാൽ 9D എന്താണെന്ന് അതിൽ പറയുന്നുണ്ട്. 9ൽ വന്നതിന് ശേഷം അതിൻ്റെ 9A, 9B, 9C, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ് എന്ന രീതിയിൽ അല്ലേ. അപ്പം D എന്ന് പറയുമ്പോൾ നിങ്ങൾ D എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? വെറുതെ ഒന്ന് കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇതൊരു അവതരണ ക്ലാസ്സാണ്, റിയൽ ക്ലാസ്സല്ല. ഷുഡ് എന്നാണ്. ഹും ഷുഡ് ഐ ആസ്ക്. ഇതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ എന്തു ചെയ്യണം? നമ്മുടെ ബുക്കിൽ പോയാൽ അതിൻ്റെ അർത്ഥം അവിടെ കിട്ടും. ഓക്കെ, ആ പേജിൽ പോയാൽ 9Dയുടെ പേജിൽ പോയാൽ അവിടെ ഷുഡ് വെച്ചിട്ടുള്ള കുറേ ഉദാഹരണങ്ങളുണ്ട്, ഷുഡിൻ്റെ ഉപയോഗങ്ങളുണ്ട്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനുമുണ്ടല്ലോ കൂടെ. ഈ ലൈവ് ക്ലാസ്സുകളിൽ ഇതൊക്കെ നമ്മൾ പഠിക്കുകയാണ്. ഓരോ പേജുകളെടുത്ത് ഓരോ ദിവസവും നമ്മൾ പഠിക്കും. ഹും ഷുഡ് ഐ ആസ്ക്, ആരോടാണ് ഞാൻ ചോദിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ വരിക. മറ്റത് ചോദിക്കുവാൻ പറ്റുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത് എന്നുള്ള അർത്ഥ തലത്തിലേക്ക് മാറി. അതൊക്കെ നമ്മൾ റിയൽ ക്ലാസ്സുകളിൽ പഠിക്കും. ഇവിടെ കോഡിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പയ്യെ വന്നാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ? ഓർമ്മയിലുണ്ട്, ഞാൻ തൊട്ട് മുൻപ് തന്നെ പറഞ്ഞിരുന്നു. 9E ക്യാനാണ്, 9D ഷുഡാണ്, 9A വന്നാൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള വാക്കാണത് 9A. എപ്പോഴും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു വാക്കാണ് 9A. സൂചിപ്പിക്കുന്ന വാക്ക് വിൽ ആണ്. അത് നമ്മൾ തൊട്ട് മുൻപ് കണ്ടു. വില്ലിനും ആ ബുക്കിൽ പേജുണ്ട്, വില്ലിൻ്റെ ഉപയോഗങ്ങൾ ആ പേജിലുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. ഹും വിൽ യു ആസ്ക്, നീ ആരോട് ചോദിക്കും ഉണ്ട്. അപ്പോൾ അതിന് ഉത്തരം വരും ഐ വിൽ ആസ്ക് ദ മാനേജർ. അതിനും കോഡുണ്ട്. ഓക്കെ, ഡോണ്ട് വറി. ഒരു സംഭാഷണം തന്നെ നിങ്ങൾ കോഡുകൾ കൊണ്ട് ഉണ്ടാക്കുകയാണ്. 12 മാറി 10 ആയി. അപ്പോൾ എവിടെയായിരിക്കും മാറ്റം വരിക? ഇവിടെ എ ആണ്, അതിന് ആസ്ക് ഉണ്ട്. 9A വില്ലുണ്ട്, എക്ക് ഐ ഉണ്ട്. അപ്പം അൺഡൗട്ടഡ്ലി ഹും മാറാൻ പോവുകയാണ്. ഹും 12ൻ്റെയാണ്. ഹും 12ൻ്റെ ആണെങ്കിൽ ഇവിടെ 10 വന്നിരിക്കുന്നത്. 10 എന്താണ്? ഹൗ ആണ്. അപ്പം അതും ഓർത്തിരിക്കണം. അല്ലെങ്കിൽ ബുക്കിലുണ്ട്. ഓർത്തിരിക്കുവാനുള്ള സൂത്രങ്ങൾ നമ്മൾ പറഞ്ഞു തരും. ഹൗ വിൽ ഐ ആസ്ക്, ഞാൻ എങ്ങനെ ചോദിക്കും എന്നുള്ളതാണ്. ഞാൻ എങ്ങനെ ചോദിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവും കോഡിലൂടെ വരും. അതെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, ഇപ്പോഴുള്ള ചോദ്യം നോക്കുക. ഹും ഷുഡ് ഐ ആസ്ക് ആണ്. 9Dക്ക് ഷുഡുണ്ട്, എക്ക് ഐ ഉണ്ട്, 12ന് ഹും ഉണ്ട്. അപ്പോൾ സി വരുമ്പോൾ സിയിൽ തുടങ്ങുന്ന ഒരു ക്രിയ വേണം. ഹും ഷുഡ് ഐ കോൾ? യു ഷുഡ് കോൾ യുവർ മാനേജർ. അതിനും ഒരു കോഡുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ആരെയാണ് ഞാൻ വിളിക്കേണ്ടത്? ഹും ഷുഡ് ഐ കോൾ? യു ഷുഡ് കോൾ പോലീസ്. പോലീസിനെ വിളിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം കൂടിയായിരുന്നതിന് നന്ദി. എന്താണ് ആൽഫ കോഡ് ഇംഗ്ലീഷ് എന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സമയമില്ല. ഇപ്പോൾ തന്നെ സമയം കൂടുതലെടുത്തു എന്നുള്ളതാണ്. Is Venu teaching? Yes, he is teaching. Isn't he coaching? No, he isn't coaching. Why is he teaching? He's teaching because Sudeep sir is absent. Why isn't he coaching? He isn't coaching because he doesn't have time. Where is he teaching? He's teaching in a school. What is he teaching? He's teaching theory. Where is Raju? He is in the room. What's he doing there? He is studying. Which subject is he studying now? He is studying English. Can he speak English? Yes, he can. How does he speak? He speaks fluently. Who does he speak to every day? He speaks to Ramya. ബ്രിട്ടീഷ് ആചാര്യ. ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം.